ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ തിങ്കളാഴ്ചയിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇത്രയും ക്ഷേമത്തോടെ ചേർന്ന് വരുവാനായിട്ട് ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആദ്യം പാടിയ പാട്ടിൻ്റെ ഒരു ലൈനിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി നന്ദിയും സന്തോഷവും ദൈവസന്നിധിയിൽ ഞാൻ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മൾ പാടിയതുപോലെ തൃപ്പദത്തിൽ ചുംബനം ചെയ്തും ബാഷ്പവർഷം കാലുകളിൽ പെയ്തും ഇടവിടാതെ കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവിനോട് നന്ദി പറയാനുള്ളതായ വലിയ ആവശ്യകത ഈ പുതിയ വർഷത്തിൽ നാം ആയിരിക്കുമ്പോൾ ഉണ്ട്. ആ പാട്ടിൻ്റെ ലൈനുകൾക്ക് വേദപുസ്തകത്തിലുള്ള വളരെ പ്രധാനപ്പെട്ടതായൊരു സംഭവത്തോട് ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ കാലുകൾ കണ്ണുനീർ കൊണ്ട് നനച്ച് തലമുടി കൊണ്ട് തുവർത്തിയ ഒരു സ്ത്രീയെ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അവളുടെ നന്ദിയെല്ലാം അവൾക്ക് ലഭിച്ച വലിയ പാപമോചനത്തിൽ നിന്നായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. നാമും വിലയേറിയ പാപമോചനം അനുഭവിച്ച ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുവാൻ കടപ്പാടുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ നാടുകളിലൊക്കെ എത്രയോ അതിശയകരമായ കരുതലും പരിപാലനവുമാണ് നമ്മൾ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഈ വർഷത്തിൻ്റെ തുടക്ക ദിവസങ്ങളിൽ എനിക്കും അങ്ങനെ അത് അനുഭവിക്കാനിടയായിട്ട് തീർന്നു. ബുധനാഴ്ച രാത്രിയിൽ ഒരു സാമാന്യം ശാരീരിക അസ്വസ്ഥതയിലാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുവാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷേ അസാധാരണമായ ദൈവകൃപയും സൗഖ്യവും അനുഭവിപ്പാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. എനിക്കുള്ള രോഗത്തിനങ്ങനെ പൂർണ്ണമായ സൗഖ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ശുശ്രൂഷയ്ക്കൊരു തടസ്സമില്ലാത്ത നിലയിൽ കർത്താവ് എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ചു എന്നുള്ളത് സ്തോത്രത്തിനായിട്ട് ഓർപ്പിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ നമുക്ക് കൂടുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ധ്യാനത്തിൽ നിന്ന് നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് ഈ ആഴ്ചയിൽ പ്രവേശിക്കുകയാണ്. ഈ പ്രസംഗത്തിൽ കർത്താവ് വളരെ വിശദമായിട്ട് പറഞ്ഞതായ ഒരു കാതലായ സത്യമാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് നല്ല പരിചയമുള്ളതായ വേദഭാഗമാണ് ഇത്. അപ്പോൾ ഈ 18 വാക്യങ്ങളിൽ പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതായ ഒരു സത്യം നമ്മുടെ ഈ ഭാഗത്തിൻ്റെ പഠനത്തിൻ്റെ തലക്കെട്ടായിട്ട് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. തലക്കെട്ട് നീണ്ട തലക്കെട്ടാണ്, എങ്കിലും അത് തന്നെ പറയാനായിട്ടാണ് ഒരു പ്രകാശനം എനിക്ക് ഉള്ളത്. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനോ ദൈവത്തിന് വിളങ്ങേണ്ടതിനോ? ഈ രണ്ട് ചോദ്യങ്ങളായിരിക്കട്ടെ ഈ 18 വാക്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സന്ദേശത്തിൻ്റെ തലക്കെട്ടായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രസംഗം അറിയാമെന്നുള്ളത് കൊണ്ട് ആ തലക്കെട്ടിലൊരു അപരിചിതമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മുടെ കർത്താവ് ഈ പ്രസംഗം പറയുമ്പോൾ ഞാൻ ആ പ്രസംഗം പറയുന്ന സാഹചര്യവും പ്രസംഗം കേൾക്കുന്ന കേൾവിക്കാരെയും ഒക്കെ മനസ്സിൽ സങ്കല്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവരെ ഒരർത്ഥത്തിൽ വളരെ അത്ഭുതപ്പെടുത്തിയതായ ഒരു പ്രതിപാദനമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ആ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനു വേണ്ടി പല കാര്യങ്ങളും, ആത്മീക കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നതായ ഒരു സമൂഹത്തോടാണ് കർത്താവ് ഈ സത്യം പറയുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ കർത്താവ് ഈ വിശദീകരണത്തിലൂടെ വ്യക്തമാക്കിയ കാര്യം, നമ്മൾ ചെയ്യുന്നതൊന്നും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി ആയിരിക്കരുത്. പിന്നെയോ
നമ്മുടെ ദൈവത്തിന് വിളങ്ങേണ്ടതിന് വേണ്ടി, ദൈവം പ്രസാദിക്കേണ്ടതിനു വേണ്ടി എന്നുള്ളതായ ആ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഒരു പുതുവർഷത്തിൽ ഉൾക്കൊള്ളാവുന്നൊരു സന്ദേശം ഞാനിവിടെ പറയട്ടെ. ഈ പുതിയ വർഷത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവത്തിന് വിളങ്ങേണ്ടതിനു വേണ്ടി, നമ്മുടെ ദൈവം പ്രസാദിക്കുമാറ് ചെയ്യാനുള്ളതായ ആ സമർപ്പണവും സൂക്ഷ്മതയും ദൈവസന്നിധിയിൽ പുലർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഈ സാധാരണ മനുഷ്യരാകൊണ്ട് കുറച്ച് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനും അവർക്ക് എന്തു തോന്നും എന്നൊക്കെ വിചാരിക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. ഈ പരീക്ഷ എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരും അതിന് ഒഴിവുള്ളവരാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചില കാര്യങ്ങളോടൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും മനുഷ്യർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ച് നമ്മൾ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായ ബോധ്യങ്ങൾ വിട്ടൊക്കെ ചിലപ്പോൾ ചില വാക്കുകൾ പറയാനോ ചില കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യം, നാം ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മുടെ ദൈവത്തിന് പ്രസാദകരമാകുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കണം. റോമാലേഖനം 14-ാം അധ്യായത്തിലൊരു വാക്യം നമ്മൾ ചിലപ്പോൾ ഓർക്കാറുണ്ട്. ആ വാക്യം ഇവിടെ പ്രസക്തമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഒരാൾ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ അവരാർക്ക് കൊള്ളാവുന്നവരായിരിക്കും? മനുഷ്യർക്ക് കൊള്ളാകുന്നവർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തെ നാം പ്രസാദിപ്പിക്കുന്നുവോ ഓരോ കാര്യവും ദൈവത്തിന് വിളങ്ങുന്നത്. ഈ വാക്യത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ കർത്താവ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ തലക്കെട്ടിൽ ഉപയോഗിക്കുവാനിടയായിട്ട് തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വിളങ്ങുന്നതായിട്ട് പ്രസാദകരമായിട്ട് ആയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാം. ഈ തലക്കെട്ടിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പ്രാരംഭത്തിൽ ഈ 18 വാക്യങ്ങളിൽ നിന്ന് സൂചിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ തലക്കെട്ടിൻ്റെ ആവർത്തനം ഞാൻ പറഞ്ഞതുപോലെ ഈ 18 വാക്യങ്ങളിൽ ഉണ്ട്. അപ്പോൾ ഞാനിത് പകലിരുന്ന് ഇതിങ്ങനെ പലവട്ടം വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ 9 പ്രാവശ്യം നമ്മുടെ കർത്താവ് ഈ സത്യം ഇവിടെ ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രസംഗത്തിൽ ഇത്രയും പ്രാവശ്യം ഈ ചുരുക്കം വാക്യങ്ങളുടെ ഉള്ളിൽ ഈ കാര്യം ആവർത്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എത്ര ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീരണം. ഒരു പ്രസംഗത്തിൽ 18 വാക്യങ്ങൾ പറയുമ്പോഴേക്കും അതിൽ 9 പ്രാവശ്യം ഒരേ കാര്യം പരാമർശിക്കുക എന്നുള്ളത് നമുക്ക് വളരെ അസാധാരണമായി തോന്നാൻ ഇടയായിട്ട് തീരും. ഈ പറഞ്ഞു തന്നെയാണല്ലോ പറയണതെന്ന് കേൾവിക്കാർക്ക് ചിലപ്പോൾ തോന്നുമോ എന്ന് നമുക്കൊക്കെ ചിന്ത ഉണ്ടാകാനുള്ളതായ സാധ്യതയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് അടുത്തടുത്ത വാക്യങ്ങളിൽ ആവർത്തിക്കുന്നതായ ഒരു സത്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടല്ലോ. അത് നമുക്കതിന് നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഇനി അതിന് 24 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പിന്നെയും ആ സത്യം 3 വട്ടം ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് തിരിച്ചും മറിച്ചും അത് ആവർത്തിച്ചുകൊണ്ട് ഈ സത്യത്തെ അനുവാചകരുടെ മുമ്പിൽ ഉറപ്പിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയട്ടെ, ഈ 18 വാക്യങ്ങളിൽ 9 പ്രാവശ്യം കർത്താവ് ഈ പ്രധാനപ്പെട്ട പ്രയോഗം ആവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചിട്ട്
നാളെ മുതൽ നമുക്ക് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയാൽ അത് നമ്മുടെ ദൈവത്തെ എത്രയധികം വേദനിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ, നമ്മുടെ ഗുരുനാഥൻ തിരുവായ്മൊഴിഞ്ഞ സത്യങ്ങൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ദൈവം തന്നിട്ടുള്ള ഈ പുതിയ വർഷം നമുക്ക് ദൈവത്തിന് വിളങ്ങുന്നതായ കാര്യങ്ങൾ അതിൽ ഏകാഗ്രത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ, സാക്ഷ്യം വഹിപ്പാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതിൽ 17-ാമത്തെ വാക്യത്തിൽ ആ ഒരു വാക്യത്തിൽ തന്നെ 2 വട്ടം അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിടവേണ്ടത് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. അപ്പോൾ അവിടെ പറയുകയാണ്, മനുഷ്യർക്കല്ല, പിന്നെയോ രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവിന് വിളങ്ങേണ്ടതിന്. അപ്പോൾ ആ ഒരു വാക്യത്തിൽ തന്നെ മനുഷ്യർക്കല്ല എന്നുള്ളത് കർത്താവ് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ദൈവത്തിന്, പിതാവാം ദൈവത്തിന് വിളങ്ങേണ്ട പ്രസാദകരമായ നിലയിൽ ഉപവസിക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നു, നാം അവിടെ കാണുക. ഉപവാസത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. നേരത്തെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അത്. എന്നാൽ ഇവിടെ ഞാനിപ്പോൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ സത്യം നമ്മുടെ കർത്താവ് ആവർത്തന വിരസത കൂടാതെ ആവർത്തിച്ച് തൻ്റെ ശിഷ്യന്മാർക്കും ആ പുരുഷാരത്തിനും ഉൾക്കൊള്ളുവാൻ കഴിയുമാറാണ് വെളിപ്പെടുത്തിയത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്, ദൈവത്തിന് വിളങ്ങേണ്ടതിന് എന്ന് നമ്മൾ തലക്കെട്ടിൽ ഉൾപ്പെടുത്തിയെങ്കിലും നമ്മൾ ഈ വാക്യങ്ങളിലൂടെ പോകുമ്പോൾ വേറെ ചില വാക്കുകൾ ആ അതേ ആശയത്തിൽ നമ്മുടെ ഗുരുനാഥൻ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൻ്റെ ഒരു വ്യക്തത കിട്ടാനായിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളിലൂടെ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ ഈ തലക്കെട്ടിൽ ഞാൻ ഉപയോഗിച്ച വാക്കിനേക്കാൾ, ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, കർത്താവ് പറഞ്ഞ വാക്കാണ്, ആ വാക്കിനേക്കാൾ വളരെ സുപരിതത്വം തോന്നുന്നതായ ചില വാക്കുകൾ നമ്മുടെ കർത്താവ് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിൽ 2-3 വാക്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുകയാണ്. 1-ാം വാക്യം ഒന്ന് വായിച്ച്, 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. മതി. അപ്പോൾ അവിടെ കർത്താവ് അവിടെ പറഞ്ഞു തുടങ്ങുകയാണ്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അപ്പോൾ ഈ നീതിക്കൊരു വലിയ സാക്ഷ്യമുണ്ടെന്നുള്ളത് കർത്താവ് ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമുക്ക് എന്ത് പരിചയമുള്ള വാക്യമാണ്. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ, അടുത്ത വാക്യം കവിയണം. അപ്പോൾ ഈ പ്രസംഗത്തിൽ കർത്താവ് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സന്ദേശമുണ്ടല്ലോ, നാം സൂക്ഷിക്കുന്ന, വെളിപ്പെടുത്തുന്ന ജീവിതത്തിലെ നീതി മറ്റുള്ള മനുഷ്യർക്ക് സാക്ഷ്യമായിരിക്കണം എന്ന് അവിടെ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. ആ സത്യത്തിലുള്ള, ആ ആശയത്തിലുള്ള അനേക പ്രയോഗങ്ങൾ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. 13:35 നിങ്ങളുടെ ഓർമ്മയിൽ കാണും. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ അത് മനുഷ്യരുടെ മുമ്പിൽ പുലർത്തുന്ന സാക്ഷ്യം എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷെ കർത്താവ് ഇവിടെ വന്നപ്പോൾ പറയുകയാണ്, മനുഷ്യരെ കാണിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ അങ്ങനെ നീതിയോടെ ജീവിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, നമ്മുടെ ജീവിതം ദൈവം മുമ്പാകെ നീതി അല്ലാതിരിക്കുകയും മനുഷ്യരുടെ മുമ്പാകെ
നീതി ആയിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അത് ഗുരുതരമായൊരു പാപമാണ്. ഏത് പാപം അത്? കപടഭക്തി. അത് കർത്താവ് ഇതിൻ്റെ ഉള്ളിൽ ഈ പ്രതിപാദനത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ നീതി കാണിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദൈവം മുമ്പാകെ നീതി കെട്ട നിലയിൽ നിൽക്കുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ നീതി കാണിക്കാൻ ശ്രമിക്കുന്നത് എത്രയോ ഗുരുതരമായ പാപമാണ്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമ്മൾ ആരും കപടഭക്തിയുള്ളവരായിട്ട് തീരാതിരിക്കത്തക്കവണ്ണം നമ്മുടെ ഗുരുനാഥൻ്റെ ഈ പ്രബോധനം ഉൾക്കൊണ്ട് പ്രായോഗികമാക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ചെയ്യുന്ന ചില നീതികൾ മനുഷ്യർ കണ്ടു എന്ന് വരാം. എന്നാൽ അവിടെ പറയുന്ന കാര്യം, നീതിയോടെ ജീവിക്കും മനുഷ്യർ സ്വാഭാവികമായിട്ട് കാണും, അത് കുഴപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇവിടെ കർത്താവ് പറഞ്ഞെന്താണ്? നിങ്ങൾ മനുഷ്യരെ കാണിക്കേണ്ടതിന്, മനുഷ്യർ കാണുക എന്നുള്ളതായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ വർത്തിക്കുക എന്നുള്ളത് ദൈവത്തിന് വളരെ പ്രയാസമുള്ള കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് പ്രായോഗികമാക്കി ഈ പുതിയ വർഷത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാനിവിടെ വളരെ പ്രസിദ്ധമായ ലേഖനത്തിൽ 2-3 വാക്യങ്ങൾ ഒന്ന് റെഫർ ചെയ്യുകയാണ്. വളരെ വിശദമായിട്ട് പറയാൻ ശ്രമിക്കുന്നില്ല. വിശദമായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം അത്ര പ്രസിദ്ധമായിട്ടുള്ളതായ വാക്യങ്ങളാണ്. ഞാൻ ഇവിടെ കർത്താവ് പറഞ്ഞ ഈ ആശയം പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം എഴുതുമ്പോൾ അവിടെ വിശദീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് വായിച്ചു മാത്രം പോകാം എന്ന് കരുതുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. ദാസന്മാരെ, ജനപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകമാരല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കും. ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്രയോ മനോഹരമായിട്ടാണ് ഈ സത്യം പറയുന്നത്. അപ്പോൾ ദാസന്മാരുടെ ഉത്തരവാദിത്വം വിശ്വസ്തമായി നിർവഹിക്കുന്ന കാര്യം പറയുമ്പോൾ അവിടെ ഇത് ജഡപ്രകാരമുള്ള ദാസന്മാരുടെ കാര്യമാണ് കേട്ടോ, അല്ലാണ്ട് കർത്താവിൻ്റെ ദാസന്മാരുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ദാസൻ എന്ന നിലയിൽ ജോലി ചെയ്യുന്നതായ ഒരു ദാസനുള്ള പ്രബോധനം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് പറയുകയാണ്, ദൃഷ്ടിസേവയിലല്ല നീ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദൃഷ്ടിസേവ എന്ന് പറഞ്ഞാൽ യജമാനൻ കണ്ട് യജമാനന് പ്രസാദമായിരിക്കുമാറുള്ള കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കില്ല. പക്ഷേ യജമാനനെ പ്രസാദിപ്പിക്കണം. ദൃഷ്ടിസേവയാൽ യജമാനൻ കാണുമ്പോൾ യജമാനന് പ്രസാദമായിരിക്കണം എന്നുള്ളതായ ആ മനോഭാവവും ലക്ഷ്യവും ഒരു ദാസനിൽ വന്നു പോകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞ ഈ സത്യം ദൈവത്തിൻ്റെ ദാസൻ പൗലോസ്ലീഹ പ്രസംഗം കേട്ടയാളല്ലെങ്കിലും അത് പ്രത്യേകിച്ച് അവിടെ ഊന്നി പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പിന്നെ ഇതിൻ്റെ വാക്യത്തിൻ്റെ ഒടുവിലത്തേക്ക് വായിച്ച് 24-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരെയും കർത്താവിനെ നമ്മൾ സേവിക്കുന്ന കാര്യവും ഒക്കെ എത്രയോ വ്യക്തമായിട്ട് അവിടെ എടുത്തു പറയുകയാണ്. ഒരു ജോലിക്കാരൻ, ഒരു ദാസൻ ഒരു ജോലി വിശ്വസ്തമായിട്ട് നിർവഹിക്കുന്നത് തൻ്റെ യജമാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആയിരിക്കരുത്. ഒരു ദൈവ പൈതൽ അങ്ങനെ ചെയ്യുന്നത് അവൻ്റെ വലിയ യജമാനായിരിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടിയായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
യോസേപ്പ് എന്തൊരു നല്ലൊരു വീട്ടുജോലിക്കാരനായിരുന്നു തുടക്കത്തിൽ. പക്ഷേ യോസേപ്പ് അവിടെ ആ യജമാനനെയൊക്കെ ആവോളം പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് ആ യജമാനന് താൻ വളരെ പ്രിയങ്കരനായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ ആ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ആ വീട്ടിൽ നിന്ന് അരുതാത്ത സമ്മർദ്ദങ്ങളുണ്ടാകുമ്പോൾ യോസേപ്പ് തൻ്റെ ദൈവത്തോട് വിശ്വസ്തനായിരിക്കാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതിന് തൽക്കാലം കുറച്ച് തിരിച്ചടികളൊക്കെ ഉണ്ടായി, വേദനകൾ കുറെ ഏറ്റെടുക്കേണ്ടതായി വന്നു. പക്ഷേ ഉയർച്ചയുടെ ചവിട്ടുപടികളായിരുന്നു അത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ വിശദീകരണം കൂടാതെ ഒരു സത്യം ഓർപ്പിക്കട്ടെ. നമുക്ക് ദൈവത്തിന് വിളങ്ങുന്ന നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഏകാഗ്രതയിൽ പോകാൻ സാധിച്ചാൽ ചിലപ്പോൾ ചില തിരിച്ചടികളൊക്കെ തൽക്കാലം നമ്മൾ അനുഭവിക്കേണ്ടി വരുമായിരിക്കാം. പക്ഷെ നമ്മുടെ ദൈവം ഏത് കാലത്തിലും പ്രവർത്തിക്കുന്നവനാണല്ലോ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണല്ലോ. അതുകൊണ്ട് നാം ദൈവത്തോട് വിശ്വസ്തരാണോ, ദൈവത്തെ പ്രസാദിക്കുന്നതിൽ നമുക്ക് വിജയാളികളായിട്ട് തീരാൻ സാധിച്ചാൽ ആത്യന്തികമായി നമ്മുടെ ജീവിതം വിജയകരമായിട്ട് തീരുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച ഇവിടെ സൂക്ഷിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പോർഷനൊരു പ്രാധാന്യമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുടുംബജീവിതത്തെക്കുറിച്ചുള്ളതായ മനോഹരമായിട്ടുള്ള നിയമങ്ങൾ തന്നിട്ടുള്ളതായ ഒരു വേദഭാഗമാണിത്. ആ നിയമങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഞാനതൊന്ന് പരാമർശിച്ച് പോകാമെന്ന് ആഗ്രഹിക്കുക. 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഭാര്യമാർക്കുള്ളതായ ഒരു കൽപ്പന നമ്മൾ വായിക്കുന്നുണ്ട്. ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങി അനുസരിക്കണം. അപ്പോൾ ഈ വിശദീകരണം കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഭാര്യ ഭർത്താവിന് സകലത്തിലും കീഴടങ്ങി അനുസരിക്കുന്നത് ഭർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രമാണം അതിൽ തന്നെ എത്രയോ മഹത്തരമാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതായൊരു കാര്യം ചെയ്യുമ്പോൾ ഭർത്താവിനൊരു പരിജ്ഞാനക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ അനിഷ്ടം തോന്നും, പ്രസാദക്കുറവ് ചിലപ്പോൾ തോന്നും. പക്ഷെ അവിടെ നമ്മളത് കണക്കാക്കുന്നില്ല. കാരണം ഭാര്യ ഭർത്താവിന് കീഴടങ്ങുന്നത് കർത്താവിലാണ്. അതുകൊണ്ട് നമ്മുടെ യജമാനൻ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും യജമാനൻ കർത്താവാണ്. ആ കർത്താവിനെ വേദനിപ്പിച്ചൊരു കീഴടങ്ങൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല. സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുടുംബജീവിതത്തിലും പ്രിയപ്പെട്ടവരെയും നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല നോക്കേണ്ടത്, പിന്നെയോ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടുള്ളതായ ഏകാഗ്രത സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. 19-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തമാണല്ലോ. ഭാര്യമാരോട് കയ്പായിരിക്കരുത്, അവരെ സ്നേഹിക്കണം. വളരെ കൃത്യമായ കൽപ്പന തരികയാണ്. നല്ല സ്നേഹത്തോടുകൂടിയൊക്കെ വർദ്ധിച്ചില്ലെങ്കിൽ ഭാര്യ പിണങ്ങും, പിന്നെ കുടുംബജീവിതം ആകെ അസ്വസ്ഥമാകും എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും ഭാര്യയെ പ്രസാദിപ്പിക്കാനല്ല അത് ചെയ്യുന്നത്. പിന്നെയോ നമ്മുടെ യജമാനൻ നൽകിയിട്ടുള്ളതായ വളരെ കൃത്യമായ കൽപ്പനയാണ്. അതുപോലെ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുമ്പോഴും മാതാപിതാക്കളെ പ്ലീസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചല്ല അനുസരിക്കുന്നത്. പിന്നെയോ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം ഈ ബന്ധത്തിൽ നൽകിയിരിക്കുന്ന കൽപ്പനയോട് നമ്മൾ അനുസരണം കാണിക്കുവാനായിട്ട് ഉത്സാഹിക്കുകയാണ്. ഞാനതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 25-ാമത്തെ വാക്യം ഞാൻ കൂടെ പറയുന്നതായൊരു വാക്യമാണ്. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ നമ്മുടെ യജമാനനെ, നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. ന്യായമായ ചില നിയമങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. ന്യായമായ നിയമങ്ങളെ ലംഘിക്കുന്നതാണല്ലോ അന്യായം. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ ആ ബന്ധത്തിൽ ചേർത്ത്
ചേർത്ത് ഉൾക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ തലക്കെട്ടിനോട് വളരെ ചേർന്നുള്ളതായ മറ്റൊരു മനോഹരമായ പ്രയോഗം നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാം വാക്യം വായിച്ചേ. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അപ്പോൾ അവിടെ പറയുന്ന കാര്യം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ. മനുഷ്യരാൽ മാനം ലഭിക്കേണ്ടതിനായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ഞാൻ ഈ വചനത്തിലൂടെ ഇന്ന് കടന്നു പോയപ്പോൾ ഓർത്തു, ഇത് ആ പുരുഷാരത്തിൽ എത്രയോ ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇടിവാള് പോലെ ചെന്ന് കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പുരുഷാരം ഇങ്ങനെ ഭിക്ഷ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അവിടെ ഇങ്ങനെ അറിയിക്കത്തക്കവണ്ണം അതിന് മുമ്പിൽ കാഹളം ഊതിക്കുകയും ആളുകളെ ആകർഷിക്കുകയും അതിൻ്റെ ഒരു പരസ്യ സാക്ഷ്യം കൊടുക്കുകയും ചെയ്യുന്നത് യഹൂദന്മാരുടെ ഇടയിൽ വളരെ സാധാരണയുള്ള കാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു പോസിറ്റീവായൊരു വശം പറയാനായിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ പറയും, ഇത് വേറൊന്നുകൊണ്ടും ചെയ്യുന്നതല്ല, ഭിക്ഷയുടെ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ആവശ്യക്കാരൊക്കെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ കർത്താവിനറിയാം ഇത് അതൊന്നും വിചാരിച്ച് പറയുന്നതല്ല. പിന്നെയോ മനുഷ്യരാലുള്ള മാനം കിട്ടേണ്ടതിന് വേണ്ടിയുള്ള ഒരു കൃത്രിമ പരിപാടിയായിട്ടാണ് ഇവിടെ അവരത് അനുവർത്തിച്ച് വന്നത്. അപ്പോൾ ആ കാര്യത്തെ നമ്മുടെ കർത്താവ് എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് വിമർശിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. ആ ഭംഗിയുള്ള ലക്ഷ്യത്തെക്കുറിച്ചൊന്നും ഇവിടെ കർത്താവ് ഒന്നും തന്നെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം ഊതിക്കുന്നു എന്നുള്ളത് ഒരു കപടഭക്തിയുടെ ലക്ഷണമായിട്ട് നമ്മുടെ കർത്താവ് എത്രയോ വ്യക്തമായിട്ടാണ് വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, കർത്താവ് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതായ സർവ്വസാധാരണമായൊരു കാര്യം എടുത്തു പറഞ്ഞാണ് ഈ മനുഷ്യരെ കാണിക്കേണ്ടതിനു വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങളിലുള്ള ദോഷം വ്യക്തമാക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതിനൊരു ഉദാഹരണം പറയുകയാണ്. ഈ ആദ്യം പറഞ്ഞ വാചകം പറഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാം മനസ്സിലാവുകയില്ല. മനുഷ്യരെ കാണിക്കേണ്ടതിന് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ ആരാപ്പം അങ്ങനെ മനുഷ്യരെ കാണിക്കാൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചിന്തകളുമായിട്ട് ആളുകൾ ഈ പ്രസംഗം കേട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കർത്താവ് ഈ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആശയം സകല മനുഷ്യർക്കും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കത്തക്കവണ്ണം അത് വ്യക്തമായി തീർന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ നമ്മുടെ സാധാരണ ജീവിതത്തിലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഞാൻ ഈ ദിവസങ്ങളിലുള്ള ഒരു ക്ലാസ്സിൽ സാധാരണ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഗൃഹപാഠമായിട്ടൊക്കെ എഴുതിക്കൊണ്ട് വരാനായിട്ട് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഭിക്ഷ കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മളെന്തോരം പേർക്ക് ഭിക്ഷ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇതുപോലെ ആരും അങ്ങനെ കാഹളം ഊതിക്കുകയോ ആരെയും വിളിച്ചു കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതുപോലെ ഈ കാലഘട്ടത്തിൽ മനുഷ്യരേക്ക് വിളങ്ങേണ്ടതിനു വേണ്ടി
ചെയ്യുന്നതായ കാര്യങ്ങൾ ധാരാളം കാണാനായിട്ട് സാധിക്കുക. നിങ്ങളോടിപ്പോൾ ഗ്രഹപാഠം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞാൽ നമുക്കിത് വായിക്കാനോ ചിന്തിക്കാനോ ഒന്നും ഉള്ള സാവകാശമുള്ള ക്ലാസ് അല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത് നിങ്ങളോട് പറയുന്നില്ല. എങ്കിലും ഞാൻ ഈ പറഞ്ഞ ആശയം ഉൾക്കൊണ്ട് നിങ്ങളൊരു ഗ്രഹപാഠം ഒന്ന് നോട്ട് ചെയ്താൽ നല്ലതാണ്. ഈ മനുഷ്യരെ കാണിക്കേണ്ടതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നാളുകളിൽ ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് നമുക്ക് അങ്ങനെയുള്ള ദുഷ്പ്രവണതകളിൽ നിന്ന് വിട്ടുനിന്ന് നമ്മെ തന്നെ സൂക്ഷിക്കത്തക്കവണ്ണം സഹായകരമായിട്ട് തീരും. അപ്പം ഞാൻ ഒരു 3-4 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ അതിനോട് ചേർത്ത് നിങ്ങൾക്ക് മറ്റുദാഹരണങ്ങൾ കണ്ടെത്താനും ക്രമീകരിക്കാനും സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇത് ഒരു വ്യാപകമായി കാണുന്നതായൊരു കാര്യമാണ്. ഒരു ബാല്യകാല ഓർമ്മ എൻ്റെ മനസ്സിൽ വരികയാണ്. ഈ പണ്ടൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ 2 ആഴ്ച 1 മാസമൊക്കെ വന്ന് ഇങ്ങനെ താമസിച്ച് ഈ സർക്കസും മറ്റുമൊക്കെ നടത്തുന്നതായ സൈക്കിളജ്ഞവും സർക്കസും ഒക്കെ നടത്തുന്നതായ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആരെയൊന്നും അടുത്ത കാലത്തൊന്നും കാണാറില്ല. അപ്പം അങ്ങനെ ഒരു കൂട്ടർ ഒരു ഗ്രാമത്തിൽ വന്നാൽ വലിയ ആഘോഷമാണ്, പിള്ളേർക്കൊക്കെ വലിയ ആഘോഷമാണ്. കാരണം എപ്പോഴും പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ സൈക്കിളജ്ഞമൊക്കെ പോയി കാണാം എന്നുള്ളതായൊരു സൗകര്യം ഉണ്ടാകും. അപ്പോൾ അതവരുടെ ഉപജീവനത്തിൽ ചെയ്യുന്നതായൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ദാനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് വിളിച്ചു പറയും. ഏത് ദാനവും അവർ സ്വീകരിക്കും. ഒരു തീപ്പെട്ടി നിറച്ച് അരി കൊണ്ട് കൊടുത്താലും അവർ വാങ്ങിക്കുമെന്ന് മാത്രമാണോ, അന്ന് വൈകുന്നേരത്തെ പരിപാടിയിൽ അവരുടെ പേരും അഡ്രസ്സും ഒക്കെ മൈക്കിലൂടെ വിളിച്ചു പറയും. ഈ മൈക്കൊക്കെ കാര്യമായിട്ട് ഇല്ലാത്തൊരു കാലത്തുമൊക്കെ ഇത് കേൾക്കുക എന്ന് പറയുന്നത് ആളുകൾക്കൊരു സുഖമാണ്. അപ്പം അതുകൊണ്ട് ചെറുത് മുതൽ വലുത് വരെയുള്ളതായ ദാനങ്ങളെല്ലാം കൊണ്ടു കൊടുക്കുന്നു. ഈ പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചല്ല, വൈകിട്ട് ഇത് മൈക്കിൽ വിളിച്ചു പറയുമല്ലോ എന്നുള്ളതായ ആ ആഗ്രഹം കൊണ്ടും അതൊന്ന് കേൾക്കാനുള്ള സുഖം കൊണ്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നതായ ഒരു കാര്യം എന്തോ ഞാൻ ഈ വചനം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് പകൽ മനസ്സിൽ വരുവാനിടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ സാധ്യതയുള്ളതായ ഒരു കാര്യമാണ്. അപ്പോൾ മനുഷ്യരെ കാണിക്കാനായിട്ട് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി അതിൻ്റെ തുകകളൊക്കെ വർദ്ധിച്ചാൽ പിന്നെ അത് വലിയ ഒരു ആഘോഷമായിട്ടും പ്രശംസയായിട്ടും തീരുവാൻ ഇടയായിട്ട് തീരുകയാണ്. ഞാനിരുന്ന് ഈ ക്ലാസ് പറയുന്ന ഈ സ്ഥലത്ത് താമസിക്കുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളതായൊരു കാര്യമുണ്ട്. പാവപ്പെട്ട ആളുകൾക്കൊക്കെ വീട് വെച്ച് കൊടുക്കുന്നതായ നല്ലൊരു കാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ സാധാരണ ഇങ്ങനെ ഇവിടെ താമസിക്കുകയല്ലേ, അപ്പോൾ എല്ലാ പരിപാടികളും ഇങ്ങനെ മൈക്കിലൊക്കെ പറയുന്നത് കേൾക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു കളക്ഷന് വേണ്ടി 1 വർഷത്തേക്ക് എല്ലാ വീടുകളിലും ഇങ്ങനെ ബോക്സുകൾ കൊടുക്കുകയാണ്. അപ്പോൾ ഒടുവിൽ ആ പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് ഈ ബോക്സുകളൊക്കെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ കാശുണ്ടായിരുന്ന ആ വീട്ടുകാർക്ക് സമ്മാനമൊക്കെ കൊടുക്കുകയാണ്. ദൈവത്തിന് കൊടുക്കണമാണോ അത്? ദൈവത്തിന് കൊടുക്കണമെന്നല്ല, അന്ന് പറ്റുമെങ്കിൽ ഫസ്റ്റ് അന്ന് ഒടുവിലത്തെ ദിവസം കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് വളരെ ത്യാഗപൂർണമായി കൊടുക്കുവാൻ ഇടയായിട്ട് തീരും. ഇതൊക്കെ ഇപ്പോൾ ആത്മീയ കോണത്തിലേക്കും ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരാലുള്ള മാനം ലക്ഷ്യമാക്കിയുള്ളതായ കാര്യങ്ങൾ സ്വാഭാവികമായി ചെയ്തു പോകുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട് എന്നുള്ളത് നാം ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങളോട് പറയുകയാണ്. നമ്മൾക്ക് സംഭാവനകളൊക്കെ കൊടുക്കുമ്പോൾ ചില ശുശ്രൂഷകൾക്കൊക്കെ സഹകരിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്നുള്ളവർക്ക് ഒരു തുക ഞാൻ കൊടുത്താൽ മതി. പക്ഷേ ആ വീട്ടിലുള്ള ഓരോരുത്തരുടെയും പേരൊക്കെ എഴുതി ആ പേരും അവർ കൊടുത്ത തുകയുമൊക്കെ പ്രിൻ്റ് ചെയ്ത് ലോകമെമ്പാടും പ്രചരിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിയോട് പഠിപ്പിച്ച ഈ പ്രമാണം എവിടെയോ വിസ്മരിക്കപ്പെടുന്നു. ദൈവജനത്തിന് പോലും ഇതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ പോകുന്നു എന്നുള്ളത് എത്ര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനൊരു അപകട സൂചന പറയുക. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പഠിപ്പിച്ച ഈ പ്രമാണം നമ്മുടെ സഭയിലും ആത്മീക ശുശ്രൂഷകളിലെങ്കിലും സൂക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരണം. സൈക്കിളറ്റ് നടത്തുന്നവരും വേറെ പ്രസ്ഥാനക്കാരും ഒക്കെ എന്തെങ്കിലും ചെയ്തോട്ടെ, അവർക്ക് ഇതൊന്നും അനുസരിക്കാനുള്ളതായ ശരിയായ ഉത്തരവാദിത്വം ഇല്ല. പക്ഷേ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഈ വലിയ പ്രമാണം മനസ്സിലാക്കി സൂക്ഷ്മതയോടെ വർത്തിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് എല്ലാ സൂക്ഷ്മതയിലും പാലിക്കാനായിട്ട് സാധിക്കട്ടെ. എൻ്റെ സഭാജീവിതത്തിലൊരു ബാല്യകാല ഓർമ്മ കൂടി പറയുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ സഭയുടെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ പിരിവെഴുതാനുള്ളതായൊരു ബുക്ക് പാസ് ചെയ്യുന്നതായൊരു ക്രമീകരണം അന്ന് ഉണ്ടായിരുന്നു. ഇത് ഞാൻ നേരെ കണ്ടിട്ടുള്ളതായ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കതൊക്കെ അത്ര ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇത് പാസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാളൊരു തുക എഴുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ അതിനേക്കാൾ വലിയൊരു തുക എഴുതി. ഞാൻ ദൃക്സാക്ഷിയാണ് കേട്ടോ. പക്ഷേ പിന്നെ ആ ബുക്ക് ആദ്യം എഴുതിയാൾ വാങ്ങി ഈ രണ്ടാമത് എഴുതിയതിനേക്കാൾ വലിയ തുക എഴുതി. കാരണം അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ട്, ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഞാനായിരിക്കണം എന്നുള്ളതായ ആഗ്രഹമുണ്ട്. ദൈവത്തിന് കൊടുക്കുന്നതാണോ ഇത്? ദൈവത്തിന് കൊടുക്കുന്നത് ഈ വഴിയിലാണോ കൊടുക്കേണ്ടത്? ഈ വഴി കൊടുക്കാമോ? നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ച വളരെ ലളിതമായ പ്രമാണം എത്രയോ ഗൗരവമായിട്ടാണ് ലംഘിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വളരെ സൂക്ഷ്മതയോടെ പോയില്ലെങ്കിൽ കർത്താവ് കപടഭക്തിയുടെ ലക്ഷണമായി പഠിപ്പിച്ച് വിശദീകരിച്ച ഈ കാര്യം കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് കടന്നു വരാനുള്ളതായ അപകടകരമായ സാധ്യതയുണ്ട് എന്നുള്ളത് എത്ര ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശരിയായൊരു കാര്യം ഒന്ന് സൂചിപ്പിച്ച് ഞാൻ മുമ്പോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സഭയുടെ വരുമാന മാർഗം എന്നുള്ളത് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ എടുക്കുന്ന ഒരു രഹസ്യമായ സ്തോത്രശേഖരണമാണ്. ഈ സ്ഥലസഭാ കൂടിയൊരുവിൻ്റെ തുടക്കം മുതൽ അതായിരുന്നു നമ്മുടെ വരുമാനം. ആ വരുമാനം കൊണ്ടാണ് ഈ വർഷങ്ങളിലൊക്കെ ഈ സഭയുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അപ്പോൾ ആര് എന്തു കൊടുക്കുന്നു, എത്ര കൊടുക്കുന്നു, അതൊന്നും ഇവിടെ പ്രസക്തമായിട്ടുള്ളതായ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ പ്രമാണം ഉൾക്കൊള്ളുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടങ്ങളും സഭകളും സാമ്പത്തികമായ കാര്യത്തിലുമൊക്കെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനെന്നുള്ളതായ വലിയ അപകടത്തെ വിട്ടൊഴിഞ്ഞ് വളരെ സൂക്ഷ്മതയോടെ പോകാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഏറ്റവും ശരിയായ പന്ഥാവിൽ എനിക്കും നിങ്ങൾക്കും കർത്താവിനെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താൻ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തി തെറ്റുകളിൽ നിന്ന്, നമ്മുടെ കർത്താവ് തെറ്റെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ഈ തലമുറയിൽ ജീവിച്ച് നമ്മുടെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷികളായിട്ട് ആയിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാനിന്ന് പകൽ ഈ വായനത്തിലൂടെ പോയപ്പോൾ ഓർത്തു, നമ്മുടെ ഗുരുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് സൂക്ഷിക്കാനായിട്ട് എത്രയോ മനോഹരമായിട്ടുള്ള പ്രമാണമാണ് നൽകുവാൻ ഇടയായിട്ട് തീർന്നത്.
അവിടെ നമ്മൾ കൊടുക്കുന്നതും ഒക്കെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യേണ്ട, പിന്നെയോ നമ്മുടെ ദൈവത്തിന് വേണ്ടി, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് അതിസൂക്ഷ്മതയോടെ ഉറപ്പാക്കാനുള്ളതായ വലിയ ആവശ്യകത ഉണ്ട്. ഒരു വാക്യം കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി അവസാനിപ്പിക്കാം, വിശദീകരണം മുഴുവനും പറയാൻ പറ്റിയില്ലെങ്കിലും. മത്തായി സുവിശേഷം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് മറ്റൊരു പ്രയോഗവും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊടുക്കുന്ന ബന്ധത്തിൽ തന്നെയാണ് കർത്താവ് അത് പറഞ്ഞത്. എന്നാൽ അതിനൊരു വിശദീകരണം ഒന്ന് ഉൾക്കൊള്ളാം. 6-3 വായിച്ചേ. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു വളരെ അതിശയകരമായിട്ടുള്ളതായൊരു പ്രമാണമുണ്ട്. നമ്മൾ ആ കർത്താവ് കൊടുക്കുന്ന കാര്യം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇതെങ്ങനെ പ്രായോഗികമാകും എന്നുള്ളത് ഞാൻ തുടക്ക നാളുകളിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചിന്തിച്ചങ്ങനെ പൂർത്തീകരിച്ചിട്ടില്ല. എനിക്കിപ്പോഴും ആ പ്രയോഗം അത്ഭുതകരമാണ്. നമ്മുടെ കർത്താവ് രഹസ്യമായി കൊടുക്കണം, ദൈവത്തിന് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതായ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്താ പ്രയോഗം? വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അത് എങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും? വേറൊരാൾ നിവൃത്തിയുണ്ടെങ്കിൽ അറിയാതിരിക്കത്തക്കവണ്ണമുള്ള രഹസ്യ സ്വഭാവം കൊടുക്കുന്നതിൽ പുലർത്താനായിട്ട് സാധിക്കണം. ഇതിൻ്റെ ഒരു ലളിതമായ അർത്ഥം കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരേ ശരീരമാണ്, വലങ്കൈ ഇടങ്കൈ ഒരു ശരീരത്തിൽപ്പെട്ടതാണല്ലോ. പക്ഷേ ഈ കൊടുക്കുന്ന കാര്യത്തിൽ തമ്മിലൊക്കെ ആലോചിച്ച് ഏകാഭിപ്രായത്തിൽ കൊടുക്കാനൊന്നുമായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്ത ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ പുതിയ നിയമത്തിൽ, അലിയാസും സബീറയും. അവരുടെ ആ കൊടുക്കൽ ശരിയായില്ല എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ടതായ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കർത്താവ് ഇവിടെ പറയുന്നതായ കാര്യം, വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ആവോളം രഹസ്യ സ്വഭാവം സൂക്ഷിച്ച് ഈ കാര്യം ചെയ്യാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. ലളിതമായ ഒരർത്ഥം. വേറൊരർത്ഥം ഇന്ന് പകൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഈ വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത് എന്ന് പറയുമ്പോൾ കൊടുക്കുന്നതിനാൽ കൊടുക്കുന്ന വ്യക്തിക്ക് തന്നെ ഒരു അഭിമാനമോ ഞാൻ ഇത്രയും കൊടുത്തു എന്നുള്ളതായ ഒരു ചിന്തയോ ഒക്കെ ഭരിക്കാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അത് കേവലം സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. കാരണം എനിക്ക് ഏതായാലും മറ്റുള്ളവരെക്കാളൊക്കെ കൂടുതൽ ആരോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മറ്റുള്ളവരെക്കൊക്കെ കൂടുതൽ കൊടുക്കാൻ പറ്റിയല്ലോ എന്നൊക്കെയുള്ളതായ ചിന്തകൾ നമ്മെ ഭരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് വേണ്ട. കാരണം നമ്മുടെ കർത്താവോട് പറയുകയാണ്, വലങ്കൈ ചെയ്യുന്ന എന്തെന്ന് ഇടങ്കൈ അറിയുന്നില്ലെങ്കിൽ നിൻ്റെ മനസ്സറിയുമോ? നിൻ്റെ മനസ്സ് അതിൽ അഹങ്കരിക്കുമോ? അതിൽ അഭിമാനിക്കുമോ? വേണ്ട. അതും കർത്താവിന് പ്രസാദകരമായ ഒന്നല്ല. അപ്പോൾ ആ ചിന്തയ്ക്ക് എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റാത്തോളം കൊടുത്തൊരു വലിയ മനുഷ്യനെ നമ്മളവിടെ കാണുന്നുണ്ട്. ദൈവാലയത്തിലേക്ക് കൊടുത്തൊരാൾ, പേരറിയാമോ നിങ്ങൾക്ക്? ദാവീദ്. ആ കൊടുത്തതിൻ്റെ കണക്ക് വായിച്ചാൽ നമ്മൾ അമ്പരന്ന് പോകും. കാരണം നമുക്ക് സാമാന്യതയിൽ മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമായ കൊടുക്കലായിരുന്നു അത്. താൻ കൊടുക്കേണ്ടതിനപ്പുറം സ്വന്തം ഭണ്ഡാരത്തിനെയും എടുത്ത് കണക്ക് നോക്കാതെ കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്.
പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ ആ ദൈവദാസൻ്റെ മനസ്സിലുണ്ടായിരുന്ന താഴ്മ എന്നെ അത്ഭുതപ്പെടുത്തുക. വായിച്ച് വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വാക്യങ്ങളൊന്ന് വീട്ടിൽ പോയി വായിച്ച് നോക്കിയാൽ മതി. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സത്യം അവിടെ എടുത്തു പറയുക. അതിൽ ഒരു വാചകം പറയാതെ എനിക്കിത് നിർത്താൻ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 14-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് ഇങ്ങനെ ധാരാളം കൊടുത്ത ആ ദൈവത്തിൻ്റെ ദാസൻ പറയുന്ന വാക്കുകൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുക. സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. അടുത്ത വാക്ക്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വലിയ കൊടുക്കലിൻ്റെ ചരിത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ ദാവീദ് എല്ലാ വിനയത്തോടും കൂടി പറയുക. ഇനി താഴോട്ടുള്ള 2-3 വാക്യങ്ങൾ നിങ്ങൾ നിശ്ചയമായിട്ടും ഇന്ന് പോയി വായിക്കണം കേട്ടോ. അടുത്ത ആഴ്ച വരുമ്പോൾ ആ വാക്യങ്ങളൊന്ന് പരിചയപ്പെട്ടും വരണം എന്നാഗ്രഹിക്കുക. 17 വരെയുള്ള വാക്യങ്ങളെങ്കിലും ഒന്ന് വായിച്ച് പരിചയപ്പെട്ട് വരണം. ഈ വലിയ കൊടുക്കലിന് ശേഷം ആ ദൈവദാസൻ പറയുകയാണ്, ഞങ്ങളീ തന്നു എന്നൊക്കെ പറയുന്നത് ദൈവമേ എല്ലാം നിങ്കൽ നിന്നുള്ളതാണ്. അങ്ങ് എൻ്റെ കയ്യിൽ തന്നു, ഞങ്ങളുടെ കയ്യിൽ തന്നു, ഞങ്ങളതിലൊരു ഭാഗം തിരിച്ചു തന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളം കൊടുക്കുമ്പോഴും ആ ദൈവത്തിൻ്റെ ദാസൻ എന്തു വിനയത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. താൻ വലം കൈ കൊണ്ട് കൊടുത്ത് തൻ്റെ ഇടം കൈ അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, പിന്നെയോ തൻ്റെ മനസ്സ് ഈ വലിയ കൊടുക്കലിന് മുമ്പിൽ എത്രയോ വിനയപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ദൈവം പ്രസാദിക്കുന്ന കൊടുക്കൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിയിൽ നിന്ന് നമ്മൾ തെറ്റുന്നില്ലെന്നുള്ളത് നമ്മൾ സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. ഞാനിന്നലെ രാത്രി ഞങ്ങൾ ഇന്നലെ കുടുംബമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു പൂർവ്വകാല സംഭവം മോൻ പറയാനിടയായിട്ട് തീർന്നു. ഒരു ദൈവദാസൻ ഒരു യോഗത്തിന് വിളിക്കപ്പെട്ടു, പ്രസംഗിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് അദ്ദേഹം പ്രസംഗിച്ചതായ വിഷയം ഈ അപേക്ഷ അയച്ചും റിക്വസ്റ്റുകൾ കൊടുത്തും ഒരിക്കലും പണം പിരിക്കരുത്, സംഭാവനകൾക്ക് ഇറങ്ങരുത് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അപ്പോൾ ഞാൻ കേട്ടത്, ഞാനാദ്യമായിട്ട് കേട്ടതാണ്. പക്ഷേ ആ പ്രസംഗനെ അടുത്ത ദിവസം പ്രസംഗിക്കാൻ പോലും അനുവദിച്ചില്ല. അദ്ദേഹം അന്ന് രാത്രി ഒരു വണ്ടി കയറേണ്ടതായിട്ട് വന്നു. കാരണം ആ പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രമാണമായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഇത് ദഹിക്കാത്തൊരു ആത്മീയ ഗോളത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഗിരിപ്രഭാഷണം ആത്മീയ ഗോളത്തിനും ദഹിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഗിരിപ്രഭാഷണം പ്രായോഗികമാക്കുന്നവർക്ക് ശരാശരിക്ക് മുകളിൽ നമ്മുടെ ഗുരുനാഥൻ്റെ മഹത്വം വെളിപ്പെടുത്തി സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ചില വാക്കുകൾ കൂടി പറയാനായിട്ടുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവത്തിന് കൊടുക്കുമ്പോൾ തന്നെ ആ ദൈവത്തിന് വിളങ്ങേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഏകാഗ്രതയിൽ ചെയ്യുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനായിട്ട് ദൈവാത്മാവ് കൃപ നൽകട്ടെ. ഞാൻ ചില നിമിഷങ്ങളിൽ പറഞ്ഞൊരു സ്ഥലത്ത് എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചെടുത്തു എന്നേ ഉള്ളൂ. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ച കാര്യങ്ങൾ എത്രയോ മനോഹരമാണ്. അത് ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി വരുന്ന ദിവസങ്ങളിൽ ഈ തലമുറയിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.